ഇത് സാമ്രാജ്യമല്ല, ഇത് നിയമം. ഇതാണ് പാഞ്ചിമുക്ക്. നീല, എടാ നീല, ഈ ചെങ്ങായി ഇത് എവിടെ പോയി പിടിച്ച? നീ പോപോലെ ദിനേശ. നീല, നമ്മുടെ പ്രാഞ്ചുമുക്ക് പഞ്ചായത്തിലെ ഇത്തവണത്തെ ഓണാഘോഷം എന്തൊക്കെ ശേഖരൻ അനൗൺസ് ചെയ്തു. ശേഖരനങ്ങാമി ഈ ഓണം കളറാക്കിയാൽ പിന്നെ നമ്മൾ പഞ്ചായത്ത് ജീവിച്ചിരുന്ന കാര്യമില്ല. എടാ സുഗുണ, ഈ നീലകണ്ഠന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കുകയല്ല. കൊക്കായും വേണ്ടിയില്ല, താറാവായും വേണ്ടില്ല, പരിപാടി കലക്കണം. ആരുടേത്? അതാ കുടിലനാ. ആ, എന്നാ വാ കേറി ഇരി. കേട്ടോ, എന്താടാ? ശേരം പുറത്ത് നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തിന്? ഓണത്തിന് മാവേലി ആവാൻ. അയ്യേ, എന്തയ്യേ, ഇതിനു മുമ്പ് നമ്മൾ ഓണാഘോഷം നടത്തിയപ്പോ മാവേലി പോയിട്ട് ഒരു പൂജാരി പോലും ഇല്ലായിരുന്നു. ഇത് നമുക്ക് ക്ഷീണം ചെയ്യട്ടോ. ഓഹോ, ആരാ വരുന്നത്? രാജാപ്പാട്ട് കനകാമ്പരൻ. നീല, ഇത് കളി വേറെ കേട്ടോ. നീ എന്താണ് ആലോചിക്കുന്നത്? വെടിപ്പുഴ പോലെ ഒന്ന് പോക്കണം. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? ആ തിരുവോണം സുമതിരെ വീട്ടിൽ രാത്രി കയറിയതും നാട്ടുകാരെ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയതും തല്ലുന്നതിന് മുണ്ടഴിഞ്ഞു പോയി നിന്റെ സുസ്കാരി നാട്ടുകാരുണ്ട്. നീ മറന്നിട്ടില്ലല്ലോ. അവരൊറ്റ ചീത്തപ്പേരിനെ വെളുത്തരാ മുണ്ടക്കി ശേരം കഴിഞ്ഞ പഞ്ചായത്ത് പ്രസ്ഥാനം പിടിച്ചെടുത്തത്. മാനം പോയി പെടലും പോയി. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് വിളിച്ചിരുന്ന നാട്ടുകാർ തെണ്ടികളൊക്കെ ഇപ്പം മംഗലശ്ശേരി നീലകണ്ഠൻ PPP എന്നാ വിളിക്കുന്നത്. എന്ന് വെച്ചാല് മംഗലശ്ശേരി നീലകണ്ഠൻ പെണ്ണുപിടിയൻ പെടലി. എടാ, നീ അടക്കമുള്ള സകല തെണ്ടികളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അവളുടെ വീട്ടിൽ വോട്ട് ചെയ്തിരിക്കാൻ പോയതാണ്. ഈ രാത്രിയിൽ ചോദിക്കുന്ന വോട്ട് ഏതാണെന്നേ എല്ലാവർക്കും മനസ്സിലായി. അതാ നമ്മുടെ ബാലറ്റ് പെട്ടിയിൽ പല്ലിയും പാർട്ടിയും മാത്രമായത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിട്. ഇത്രയൊക്കെ കിട്ടിയിട്ടും അവൻ ഇനിയും വെടിപ്പുരയിലേക്ക് പോകാൻ നിൽക്കുക. എടാ ഓയ്, ഞാൻ ഉദ്ദേശിച്ചത് ആ വെടിപ്പുരയല്ല, നമ്മുടെ ഗുണ്ടുപാട്ടിന്റെ വെടിപ്പുരയില്ലേ, അതാണ്. അയ്യോ, അയാളോ? ശേഖരനങ്ങാണ്ട് മാവേലി ഇറക്കി ഓണം കളറാക്കിയ നമ്മൾ അതോടുകൂടി തീർന്നു. അതിന് ഗുണ്ടു മാറ്റിനെന്തിനാ? ഈ തൊട്ടിക്കാട്ടിൽ സുഗുണനില്ലേ? എന്താടാ? എന്ത് കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈ അരക്കൽ അബു അറുത്തപ്പോ അവന്റെ ദേഹത്ത് മാത്രമല്ല കട്ടച്ചോറ് തെറിച്ചത്, അവന്റെ ദേഹത്തും കട്ടച്ചോറ് തെറിച്ചതാ. പിന്നെയല്ലേ ഒരു പീറ മാവേലി. എടാ കുടില, നീ പോയിട്ട് ആ രാജാപ്പാട്ട് കനകാമ്പന് ഈ പ്രാഞ്ചിമുക്കൽ എപ്പോഴാണ് കാലുകുത്തുന്നത് വെച്ചാൽ അന്വേഷിച്ചു വാ. ആയിക്കോട്ടെ. പിന്നെ നാളെ വൈകിട്ട് ഞാൻ അങ്ങ് ഗൾഫിലേക്ക് പോകും. എന്താ പെട്ടെന്ന്? അങ്ങ് ദുബായിലെ ഷേക്കിന് ഓണത്തിന് ഒട്ടകപ്പാലിൽ പായസം കുടിക്കണം മോഹം തോന്നി. കറവ ഇന്ന് എനിക്കൊരു വീക്ക്നെസ് ആണ്. എന്റെ പെടലിക്ക് വയ്യാതെയായിപ്പോയി, അല്ലെ കൂടെ ഞാനും വന്നേനെ. ഈ ഒട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഒരു വീക്കെൻഡ്സാ. ഏത്
ആരുമില്ല, ഒന്ന് കീച്ചേക്കാം. കാറ്റേ നീ വീശരുതിപ്പോ, അധികം വീശണ്ട, എന്റെ മുണ്ട് മുഴുവൻ നാറും. ആ തൊട്ടിക്കാട്ടിൽ പട്ടി സുഗണൻ എന്നെ പറഞ്ഞു പറ്റിച്ചു. ഇനി അവനില്ലേലും വേണ്ട, ആ കനകാമ്പരനെ നേരിടാൻ ഈ മംഗലശ്ശേരി നീലകണ്ഠൻ ഒറ്റയ്ക്ക് മതി. ഉറുമ്പ്, ഇനിയെങ്കിലും ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കടേ, മറ്റവൻ ഇപ്പൊ വരും. ഈ രാജാപ്പാട്ട് കനകാമ്പരൻ ഞാൻ തന്നെ. ഓഹോ, ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ. വാവ്, എനിക്ക് ഇന്നൊരു പേര് നിൽക്കടാ, കീറി. കാലുപൊക്കി എപ്പോഴേ തോന്നി. കീരിന്ന്. ഈ പ്രാഞ്ചി ബുക്കിലൊരു ഇല ഇളകണമെങ്കിൽ ഈ മംഗലശ്ശേരി നീലകണ്ഠൻ തീരുമാനിക്കണം. ഈ പ്രാഞ്ചിമുക്കിൽ വന്നാൽ ആദ്യം കാണണമെന്ന് ഞാൻ വിചാരിച്ചത് താങ്കളെയാണ്. കനക്. ആ തിരുവോണ സ്മൃതിന് നമ്പർ ഒന്ന് വരും. നിന്റെ തന്നെയാണ് പോയി ചോദിക്കടാ. ഈ പ്രാഞ്ചി ബുക്കിൽ ആർക്കും പണ്ട ചരിത്രമില്ല, കൊടുത്ത ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തെമായിട്ട് ഞാനിതങ്ങ് ക്ഷമിച്ചു. വേഗം തിരിച്ചു പോക്കോ, അല്ലെങ്കിൽ നിന്റെ രാജാപ്പാട്ട് ഞങ്ങൾ അങ്ങ് പ്രാഞ്ചും. എന്നാ താൻ പ്രാഞ്ചടോ. എന്റെ സുമതി, ഇന്ന് രാത്രി എനിക്ക് വരാൻ പറ്റില്ലടി. കാറ്റേ നീ വീശണം ഇപ്പോ. എടാ, ഈ രാജാപ്പട്ട് കനകാമ്പരൻ ഒരു വേഷം അണിഞ്ഞിട്ടുണ്ട്. അത് ആടി തീർത്തിട്ട് തന്നെ പോകത്തുള്ളൂ. കേട്ടോ? നീലം കണ്ട കണ്ടനല്ല അണ്ടൻ. അണ്ടനെങ്കി അണ്ടൻ. അല്ലേലും നീലകണ്ഠനല്ല സുഗുണന്റെ വാക്കിട്ട് ഇറങ്ങി തിരിക്കൂ. അവന്റെ ഒടുക്കത്തൊരു കൈപ്പഴ പിഞ്ഞപ്പൻ. എടാ കൊടില, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടപ്പില്ല പോകണം. ഗുഡ് മാർട്ടിൻ. അല്ല നീലകണ്ഠേട്ടാ, നമ്മളവിടെ ചെല്ലുമ്പോ മാർട്ടിൻ അവിടെ ഇല്ലെങ്കിലോ? അവൻ എവിടെ പോവാനാടാ? ഉണ്ടാക്കുന്ന ആളല്ലേ, പാകിസ്ഥാൻ ചാരന്മാരോ എല്ലാം റാഞ്ചിയാലോ? എന്തിന്? നാളെ ഇന്ത്യക്ക് ഒരു ഭീഷണി ആയാൽ? നീയേ നാളെ എന്തിനാ ഗൾഫിൽ പോന്നെന്നാ പറഞ്ഞേ? ഒട്ടകത്തെ കറക്കാൻ. നീ ഒട്ടകത്തെ അറിവിനൊക്കെ കറന്നിരുന്നാ മതി, എന്നെ കറക്കാൻ നിക്കട്ട. നോക്കി നിൽക്കാതെ രാജാവിന് വഴി തെളിക്കടാ. രാജാവോ? രാജാവ് തന്നെ. എടാ, രാജഭരണമായിരുന്നെങ്കിലേ ഇന്ന് ഈ പ്രാഞ്ചിമുക്ക് പഞ്ചായത്ത് ഭരിക്കേണ്ട രാജാവാ ഞാൻ. അതേ നിൽക്കുന്നു. മാറ്റിട്ടേ പാളി.
ഇത്തവണയും പാളി. എന്താടാ? എന്താ നീലണ്ടേട്ടാ, ഗുണ്ടില് ഞാൻ ചൈന പടക്കത്തിന് മരുന്ന് നോക്കി നോക്കിയതാ. അതെന്തിനാടാ? എന്റെ ഗുണ്ട് പൊട്ടി എത്ര ഇപ്പം മരിച്ചിരിക്കുന്നു. ഇരുന്ന് നിറഞ്ഞ മരണത്തിൽ നിന്നും ആനന്ദവും ഉല്ലാസം നൽകുന്ന ഒരു വർണ്ണാഭമായ മരണം ജനങ്ങൾക്ക് നൽകുക. അതാണ് ഈ ഗുണ്ടമാട്ടിങ്ങളുടെ സ്വപ്നം. എന്റെ ഗുണ്ട മുത്തശ്ശി. പതിവില്ലാതെ നീലണ്ടേട്ടൻ എന്താ ഈ വഴി? തിരുവോണം സുമതിന്റെ വീട്ടിന് പിടിച്ചേ പിന്നെ ഒന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോ കൊള്ള. എന്റെ നീലണ്ടേട്ടാ, ഈ വെടിപ്പൂയിലേക്ക് പോകുമ്പോ ഒരു ഗുണ്ട് വേണം പോവാൻ. ഈ ഞാൻ തന്നെ എത്ര രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ. എടാ നീ എന്നെ അതൊന്നും ഇപ്പൊ ഓർമ്മിപ്പിക്കല്ലേ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമാണ്. ക്ഷമിക്കുക നീലണ്ടേട്ടാ, ഞാൻ ഒരാഴ്ചത്തെ വ്രതത്തില. വ്രതമോ? അതെ, മുഴുക്കുടി ഞാൻ ഡാഡി വെച്ചിട്ട് ഇത് 10ാമത്തെ വർഷമാണ്. എന്ത് പറ്റിയാ അദ്ദേഹം മരിച്ചത്? അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ഒറ്റ ഇരുപ ജവാൻ ഫുള്ളും ഞങ്ങൾ അടിച്ചു തീർത്തു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ മോഹം ഒരു ബോണ്ടാ തിന്നണം. തൊട്ടു മുമ്പിൽ നിന്ന് ഗുണ്ടെടുത്തൊരു കടി. അങ്ങനെ മേലെ ഡാഡി മറുകയാ. ഡാഡി. അങ്ങനെ ഞാൻ ആദ്യം തോന്നിച്ച ഗുണ്ടിനും ഈ വെടിപ്പുരയ്ക്കും പേരും പ്രശസ്തിയും ലഭിച്ചു. ഒരുപാട് പേരെ എന്നെ കാണാൻ അവിടെ എത്തിച്ചേർന്നു. എന്റെ ഉയർച്ചയ്ക്കെല്ലാം കാണാൻ എന്റെ ഡാഡിയാണ്. അതുകൊണ്ട് സോറി. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ സഹായിക്കാൻ പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അയാളാരാ? ഡ്രാഗൺ സേവിയർ, എന്റെ ശിഷ്യനാണ് അവൻ. അയാൾക്ക് ഗുണ്ടിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? സോറി, അത് എന്റെ മാത്രം പേര് സീക്രട്ടാണ്. സ്വന്തം അപ്പൻ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പിന്നെ ശിഷ്യൻ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. പിച്ചാത്തി മുതൽ മെഷീൻ ഗൺ വരെ ഉപയോഗിക്കുന്നവനവൻ. നിങ്ങളുടെ കാര്യം ശരിയാക്കാൻ അവൻ മതി. ഈ ഞാൻ പറഞ്ഞാൽ അവന് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ധൈര്യമായി പോയിക്കോ, അവൻ നിങ്ങളെ വിളിച്ചിരിക്കും. എന്നാ പിന്നെ തിരുവോണ സുമതിയുടെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോ വിളി. തീർച്ചയായും. മോനെ, എന്താണ്? നീ പോയി വരുമ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ഒട്ടകപ്പാല് കൊണ്ടുവരണേ. അതൊന്നും നടക്കില്ല. അതെന്താ, നീ അവിടെ കറക്കാനല്ലേ പോന്നേ? ഓ, തള്ളയായി പോയി, അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. താൻ എവിടെ പോയി കിടക്കായിരുന്നോ? മൂവല്ലേ പോകുമ്പോ ഒരു പ്രിപ്പറേഷനൊക്കെ ആയിക്കോട്ടെ. എല്ലാവരും എന്റെ കവറിലും പിന്നെ ഉണ്ടോ മറ്റോ ആണോ? ഇന്നൊരു വെടിവെപ്പുണ്ട്, അതിനുള്ളതാ. പോർക്കളത്തിൽ എതിരാളി നേരിടാൻ നീ പറഞ്ഞവിടെ എന്തിയേ? റെഡിയാന്നില്ല ചേട്ടാ, ഒന്ന് തുടങ്ങി തന്നാ മതി. എന്നാ വാടാ. അല്ല, ഇതാര്? മംഗലശ്ശേരി നീലകണ്ഠനോ? നിന്റെ പെടലൊന്നും ഇതുവരെ ശരിയായില്ലടാ. ഉടനെ ശരിയാകും. നിന്നെ കണ്ടത് നന്നായി. നമ്മളെ പഞ്ചായത്തിലെ തിരുവോണ സുമതിക്ക് ഒരു ഗ്രാൻഡ് ബസായിട്ട് കുറച്ച് അരിയും പച്ചക്കറി പയറും ഇച്ചിരി മസാലയും നീ ഒന്ന് അവളോട് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം, അവിടെ ചെന്ന് തന്നെ പറഞ്ഞേക്കാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ നിനക്ക് ഒരു ഓണക്കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതങ്ങ് തന്നയിച്ചിട്ടും പോകാം. നീ ആ ഗുണ്ടുമാത്തിയല്ലേടാ? ഓ, എന്നെ പൊട്ടിക്കാൻ ഇറങ്ങിയേക്കുവാ. നിന്നെ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആ രാജാപ്പാത്തുകാരനെ വേണം. എവരവൻ? ഇത് നീലകണ്ഠൻ. ആ, ഞങ്ങള് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ പഞ്ചായത്ത് പോയിട്ട് ഓടിപ്പോയി കാണുമെന്ന്. അത് പിന്നെ രാവിലത്തെ കാറ്റ് കൊണ്ടൊന്ന് വിളിക്കിരിക്കുന്നത് എനിക്കൊരു ശീലമായി പോയി. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാ, ബ്രാഞ്ച് മുക്കിലെ ആൾക്കാർക്ക് കൊണ്ട ചരിത്രമില്ല,
കൊടുത്ത ചരിത്രമേ ഉള്ളൂ എന്ന്. ഓ തരാൻ വന്നാണോ? എന്നാത്താ മാർട്ടിനെ സേവ്യർ എന്റെ കുഞ്ഞൻ അല്ല ശിഷ്യൻ. ഞാൻ രാജാപ്പാട്ട് കനകാമ്പരൻ. ഡ്രാഗൺ സേവിയർ. ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വന്നിട്ട് ഇടിക്കുമ്പോ ഒരു മര്യാദയൊക്കെ വേണ്ടടാ. കാറ്റ് പോയ ബലൂൺ കണ്ടിട്ടുണ്ടോ നീ? അയ്യോ ജവാൻ. ജവാൻ വൈകിട്ട് വെടിവെച്ചാങ്കോളി വെടിവെപ്പുണ്ട്. ഹാപ്പി ദീപാവലി. ലാൽ സലാം സഖാവേ, ലാൽ സലാം. എന്നാ നീ പറന്നു പോടാ. പോടാ എന്റെ ജവാൻ. ഇങ്ങോട്ട് പോടോ. ഇനി നമുക്ക് ഔട്ട് പതുക്കിയാകാവേ. 6 വന്നാ ഞാൻ പിടിക്കും, 4 വന്നാ താൻ പിടിച്ചോണം. ഞഞ്ഞാവിഞ്ഞാവാ വന്നേക്കല്ലേട്ടാ. എന്റെ ജവാൻ ഒന്നും പറ്റിയില്ല. ശരിയായി. എന്ത് എന്റെ കഴുത്ത് ശരിയായി. സൂമറോ നീ സൂമോ. പോട്ടെ, എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സാറില്ല തന്തേ. ആരെയും മുണ്ടകേശകരൻ ആമസോണിൽ നിന്നായിരുന്നു. ഒരു ഡെലിവറി ഉണ്ടേ. അച്ചാതല്ലാടാ. ഉപ്പണ്ട എന്തോ കിരിങ്ങുന്നുണ്ടല്ലോ. കുപ്പിവളെ ആയിരിക്കും. ചേട്ടാ ക്യാഷ്. നിനക്ക് ഞാൻ ഇനി കാശും കൂടെ തരാടാ. വെള്ളം മേടിക്കാൻ ക്യാഷില്ല. എന്നാ ചേട്ടാ എന്നതാടാ ഡെലിവറി ബോയോട് കളിക്കുന്നടാ. എന്റെ മുണ്ടെവിടെ? നീല വേണ്ട. ഇത് ചിലപ്പോ നമ്മുടെ പാട്ട് പീസ് ഇറക്കാനായി ശേഖരൻ വരുത്തിച്ച ബോംബാണെങ്കിലോ? അവൻ ഒരിക്കൽ കെണിയാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ വിഷം ഉറപ്പിക്കണം. ഇറക്കണം. നീ വാടാ. വന്നു. നീ തല്ലിയതൊക്കെ ഞാൻ ഒന്നുകൂടെ അങ്ങ് ക്ഷമിക്കും. പക്ഷേ എന്റെ ഈ പെട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പട്ടി നിന്നെ ഞാൻ ഒന്നും കൂടെ പെട്ടിയിലാക്കും. എങ്ങനെ എന്റെ ഐഡിയ? ഇപ്പൊ അവനെ പെട്ടി വലിച്ചെറിയും, അത് പൊട്ടിത്തെറിക്കും. ഞാൻ ഒന്നും കൂടെ അവനെ മൂപ്പിക്കാൻ പോവാ. എന്റെ പെട്ടിയിലാണോ പട്ടി? പൊട്ടിയില്ലെന്നോ? ഇന്നത് എന്റെ ഗുണ്ടങ്ങാനും ആണോ? ഞാൻ ഓൺലൈനിൽ കൊടുത്തില്ലല്ലോ. അയ്യോ അയ്യോ. എന്തിനാണ് മുടിഞ്ഞാണ് നീ പെട്ടി ചവിട്ടി കൂട്ടിയത്? എന്താ ഞാൻ ഈ ഓണാഘോഷത്തിനിടയ്ക്ക് നീലന് പണി കൊടുക്കാൻ ഓൺലൈനിൽ വെട്ടിച്ച പാമ്പ. അയ്യോ എന്റെ രാജാപാട്ട മുത്തച്ഛി, എനിക്ക്
രാജാപ്പാട്ടെ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോടാ, ഇല്ല എന്റെ ബിൽഡപ്പിന് ബാധിക്കും. പോടാ ഭ്രാന്ത. എടാ വെള്ളം പിന്നെ എടുത്തോളാം. എടാ ശേഖര, എന്നെ കൊന്നിട്ട് നീ ഈ പ്രാജിമുക്കിലെ പ്രസിഡന്റായി വാങ്ങാമെന്ന് വിചാരിച്ചോ? എടാ പിള്ളേരെ പിടിക്കണേ. ഇനി ഈ പ്രാജിമുക്കിലെ പ്രസിഡന്റ് ഞാൻ തന്നെയാടാ. എടാ നീല, നീ തോന്നിട്ട് എത്ര ദിവസം ആയടാ? എന്റെ ജവാന്റെ വീര്യം മൊത്തം പോവോ ദൈവമേ. എടാ ടൈലറെ, അവനെ അങ്ങ് തീർത്തേക്ക്. ചത്തില്ലെങ്കിൽ ഞാൻ ഇനിയും തിരിച്ചു വരണ. പോലെ